ഹലോ എവ്രി വൺ, വെൽക്കം ടു മാഗ്നം അക്കാഡമി. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് അഥവാ ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളെ പറ്റിയാണ്. നമ്മൾ മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് സ്ഥാപിക്കപ്പെടുന്നതും അത് വളരുന്നതും പ്രവർത്തിക്കുന്നതും ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി മാത്രം പ്രൊഡക്ട്സോ സർവീസസോ മാനുഫാക്ചർ ചെയ്യുക, അത് സെല്ല് ചെയ്യുക എന്നതിനപ്പുറം സമൂഹത്തോടും ചില ഉത്തരവാദിത്തങ്ങൾ ഏതൊരു ബിസിനസ് സംരംഭത്തിനുമുണ്ട്. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ മീനിങ് ആൻഡ് ദ കേസസ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആദ്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Social responsibility of a business means the obligation to act in a manner which will serve the best interest of the society. അതായത് സാമൂഹിക താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വത്തിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ ബിസിനസ് മാൻ ടു പെർസ്യൂ ദ പോളിസീസ്, ടു മേക്ക് ഡിസിഷൻസ് ഓർ ടു ഫോളോ ദ ലൈൻ ഓഫ് ആക്ഷൻ which are desirable in terms of objectives and values of our society. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും പ്രകാരമുള്ള നയങ്ങൾ പിന്തുടരുന്നതിനും തീരുമാനങ്ങൾ എടുക്കാനും ഇനി അതുമല്ലെങ്കിൽ പ്രവർത്തന രീതികൾ പാലിക്കപ്പെടാനുമുള്ള ബിസിനസ്സിൻ്റെ ബാധ്യതേനെയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിനെയാണ് സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സോഷ്യൽ ഒബ്ലിഗേഷൻ ഓഫ് എ ബിസിനസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ലീഗൽ ഒബ്ലിഗേഷൻ ആസ് legal obligation is observed because of the provision or fear of law. ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബിസിനസ് പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ നയങ്ങളുണ്ട്. അതൊക്കെ മിക്കപ്പോഴും പാലിക്കപ്പെടുന്നത് ഈ നിയമം തെറ്റിച്ചാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഓർത്തിട്ട് മാത്രമാണ്. പക്ഷേ സോഷ്യൽ ഒബ്ലിഗേഷൻ ഒരിക്കലും അങ്ങനെയല്ല. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തിപ്പുകാരൻ തൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തത്തോടു കൂടി മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ ഒബ്ലിഗേഷൻ. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ലെറ്റ്സ് സീ വാട്ട് ആർ ദ കേസസ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സാമൂഹിക ഉത്തരവാദിത്തത്തിനെ ഫേവർ ചെയ്ത് പറയാൻ പറ്റുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് സെൽഫ് ഇൻട്രസ്റ്റ്. ബിസിനസ് ക്യാൻ സക്സീഡ് ഇൻ ദ ലോങ് റൺ ബൈ ഫുൾഫില്ലിംഗ് ദ ഡിമാൻഡ്സ് ഓഫ് എ സൊസൈറ്റി. അതായത് ബിസിനസ്സിന് സക്സസ്ഫുൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ദീർഘകാലം നിലനിൽപ്പുണ്ടാവണമെങ്കിൽ സമൂഹത്തിൻ്റെ താല്പര്യത്തിനോടനുസരിച്ച് ബിസിനസ്സിന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ വെൽഫെയറിന് വേണ്ടി ഒരു ബിസിനസ് സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത് സക്സസ്ഫുൾ ആവുന്നുള്ളൂ. ദ സെക്കൻഡ് പോയിന്റ് ഇസ് ബാലൻസിങ് ഓഫ് സോഷ്യൽ പവർ. The decisions and activities of a business can affect the consumers, employees, environment and the community. So, it has a social power. അതായത് ബിസിനസ്സിനൊരു സോഷ്യൽ പവർ ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് എടുക്കുന്ന തീരുമാനങ്ങളും ബിസിനസ്സിൻ്റെ പ്രവൃത്തികളും നമ്മൾ കൺസ്യൂമേഴ്സിനെയും എംപ്ലോയീസിനെയും എൻവയോൺമെൻറ്റിനെയും ഒക്കെ ബാധിക്കുന്നതാണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമല്ലാതെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും കൂടി പാലിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് എങ്കിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനും എംപ്ലോയീസിനും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനും ഒക്കെ എപ്പോഴും വെൽഫെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ദ തേർഡ് പോയിന്റ് ഇസ് ക്രിയേഷൻ ഓഫ് സൊസൈറ്റി. ബിസിനസ് ഇസ് എ ക്രിയേഷൻ ഓഫ് സൊസൈറ്റി ആസ് ഇറ്റ് യൂസസ് ദ റിസോഴ്സസ് പ്രൊവൈഡഡ് ബൈ ദ സൊസൈറ്റി. ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ബിസിനസ് സ്ഥാപിക്കപ്പെടുന്നത് ഒരു സമൂഹത്തിലാണ് എന്നും ആ ബിസിനസ് പ്രവർത്തിക്കുന്നതും വളരുന്നതും സമൂഹത്തിൻ്റെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് എന്നും. അതുകൊണ്ട് തന്നെ ബിസിനസ് സ്ഥാപനത്തിന് തിരിച്ച് സമൂഹത്തിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സമൂഹത്തിലെ കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി ഉള്ളതും എന്നാൽ വില കുറഞ്ഞതുമായിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുക, നല്ല നല്ല സേവനങ്ങൾ കൊടുക്കുക, എംപ്ലോയീസിന് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക, ഇതിലൂടെയൊക്കെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ ഒബ്ലിഗേഷൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് social or consumer awareness. Nowadays, consumers are aware of the different types and quality of products or services available at the market. അതായത് ഇന്നത്തെ കാലത്ത് കൺസ്യൂമേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സിനെയും സർവീസസിനെയും പറ്റി അവെയറാണ്.
അതിൻ്റെ മാർക്കറ്റ് പ്രൈസസിനെ പറ്റിയും അതിൻ്റെ ക്വാളിറ്റീനെ പറ്റിയും അവെയറാണ്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങളെ പറ്റിയും അവെയറാണ്. അതുകൊണ്ട് തന്നെ ഈ കൺസ്യൂമേഴ്സിന് ഒരു ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുക. ഇനി അതുമല്ലെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ വില കൂടിയ പ്രൊഡക്ട്സ് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ഒരു ബിസിനസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ ചൂഷണം ചെയ്യപ്പെടുമ്പോഴാണ് കൺസ്യൂമർ അസോസിയേഷൻ പോലുള്ള ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നതും അതിനെ തുടർന്നുള്ള ലീഗൽ കോൺസിക്വൻസസ് ഉണ്ടാവുന്നതും. The next point is public image. If business follows social obligations, its public image will improve. അതായത് സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സിന് എപ്പോഴും പബ്ലിക്കിലൊരു നല്ല ഇമേജ് ഉണ്ടാവും. പബ്ലിക് കൂടുതലും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതലും ഇതുപോലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ ആകർഷിതരാകും. കൂടുതൽ കസ്റ്റമേഴ്സിനെ തൻ്റെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും അവരെ നിലനിർത്തി കൊണ്ടുപോകാനും ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ പാലിച്ചു പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്നും കഴിയും. ദ ലാസ്റ്റ് പോയിന്റ് ഇസ് മോറൽ ജസ്റ്റിഫിക്കേഷൻ. എവറി ബിസിനസ് ഓർഗനൈസേഷൻ യൂസസ് ഹ്യൂമൻ റിസോഴ്സസ്, ഫിസിക്കൽ റിസോഴ്സസ് ആൻഡ് ക്യാപിറ്റൽ ഓഫ് ദ സൊസൈറ്റി. ഏതൊരു ബിസിനസ് സ്ഥാപനവും സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നും സമൂഹത്തിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റോഡ്, കമ്മ്യൂണിക്കേഷൻ, പവർ ആൻഡ് വാട്ടർ സപ്ലൈ ഇതുപോലെയുള്ള പൊതു സൗകര്യങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. സോ ടു കൺക്ലൂഡ്, ദീസ് ആർ ദ 6 factors or arguments that favor the case for social responsibility. Now, let's discuss the social responsibility that a business has towards different interest group. അതായത് വ്യത്യസ്ത തൽപര കക്ഷികളോട് ഉള്ള ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇസ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മുടക്കുമുതൽ ഇറക്കിയിട്ടുള്ളവരെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ടു എൻഷുർ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ മുതൽ മുടക്കിന് സുരക്ഷിതത്വം ഉറപ്പാക്കുക. സെക്കൻഡ് വൺ ഇസ് ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് റെഗുലർ ഡിവിഡൻഡ്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത മുടക്ക് മുതലിന് ഫെയർ ആയിട്ടും സ്ഥിരമായിട്ടുമുള്ള ഒരു ഡിവിഡൻഡ് കൊടുക്കുക. അതായത് ഓഹരിയുടെ ഒരു വീതം അല്ലെങ്കിൽ ലാഭവിഹിതം ഇൻവെസ്റ്റേഴ്സിന് വരുമാനമായിട്ട് കൊടുക്കുക. തേർഡ് വൺ ഇസ് ടു പ്രൊവൈഡ് റെഗുലർ, കറക്റ്റ് ആൻഡ് അഡിക്വേറ്റ് ഇൻഫർമേഷൻ. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പതിവായും കൃത്യമായുമുള്ള വിവരങ്ങൾ ഓണേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് നൽകിക്കൊണ്ടിരിക്കണം. അതിപ്പം ബിസിനസ്സിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ച് മാത്രമല്ല, പകരം സാമ്പത്തികപരമായിട്ടുള്ള ഇൻഫർമേഷൻസും ഓണേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഓർ ഷെയർ ഹോൾഡേഴ്സിന് നൽകണം. നെക്സ്റ്റ് പോയിന്റ് ഇസ് ടു എൻഷുർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തിയുടെ മൂല്യത്തിലുള്ള വർധനവിനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ടു പ്രൊട്ടക്ട് ദ അസറ്റ്സ് ഓഫ് ബിസിനസ്. ലാസ്റ്റ് വൺ, ബിസിനസ്സിൻ്റെ അസറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് എംപ്ലോയീസ്. എംപ്ലോയീസ് ആണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ശക്തിയും ബുദ്ധിയും അല്ലെങ്കിൽ അതിൻ്റെ സക്സസ്സിനും എല്ലാം പുറകിൽ. സോ ആൻ ഓർഗനൈസേഷൻ കനോട്ട് സർവൈവ് വിത്തൗട്ട് എംപ്ലോയീസ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനോടും ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ പാലിക്കുക എന്നുള്ളത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു പ്രൊവൈഡ് റീസണബിൾ ആൻഡ് ഫെയർ വേജസ് ഓർ സാലറീസ്. അതായത് ഏതൊരു തൊഴിലാളിക്കും അവൻ ചെയ്യുന്നതിന് അനുസരിച്ചുള്ള വേതനം അല്ലെങ്കിൽ സാലറി കൊടുക്കുക. അതായത് ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള സാലറീസ് പ്രൊവൈഡ് ചെയ്യാം. സെക്കൻഡ് വൺ ഇസ് ടു മെയിൻറ്റെയിൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് ഹെൽത്ത് ഓഫ് ദ വർക്കേഴ്സ്. തൊഴിലാളികൾക്ക് നല്ലൊരു തൊഴിൽ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക. അവർ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുക. തേർഡ് പോയിന്റ് ഇസ് ടു പ്രൊവൈഡ് സർവീസസ് സച്ച് എസ് ഹൗസിംഗ്, മെഡിക്കൽ കെയർ, റിക്രിയേഷൻ എക്സെട്ര. സാലറി കൊടുക്കുക അല്ലെങ്കിൽ ജോലി സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് മറ്റ് മെച്ചപ്പെട്ട സേവനങ്ങൾ, മെഡിക്കൽ ആനുകൂല്യം, വീട് അല്ലെങ്കിൽ ക്യാൻറ്റീൻ സൗകര്യം, അവധി, റിട്ടയർമെൻറ്റ് എന്നീ അലവൻസുകളും അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളും
തൊഴിലാളിക്ക് കൊടുക്കുക. 4th പോയിന്റ്, ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഒരു തൊഴിലാളിയുടെ മനസ്സിൽ ആ സ്ഥാപനം തൻ്റേതാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോട് ഒരു ബിലോങ്ങിങ്നെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ബിസിനസ് സ്ഥാപനത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. തൊഴിലാളികളെ സ്ഥാപനത്തിൻ്റെ പങ്കാളികളായിട്ട് കാണുക, അല്ലെങ്കിൽ ലാഭത്തിൻ്റെ ഒരു വിഹിതം തൊഴിലാളികൾക്ക് നൽകുക, ഇതൊക്കെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ്, ടു വിൻ ദ കോപ്പറേഷൻ ഓഫ് വർക്കേഴ്സ് ബൈ ക്രിയേറ്റിംഗ് ബെറ്റർ ഹ്യൂമൻ റിലേഷൻസ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ഉടമസ്ഥനും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മാനേജറും മറ്റു തൊഴിലാളികൾക്കുമിടയിൽ നല്ലൊരു മാനുഷിക റിലേഷൻഷിപ്പ്, ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുക എന്നുള്ളത് എപ്പോഴും തൊഴിലാളികളുടെ സഹകരണം ആർജിക്കാൻ, അല്ലെങ്കിൽ തൊഴിലാളികളുടെ വിശ്വാസം ആർജിക്കാൻ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. The next category of interest group in business is consumers. The different social responsibilities that a business has towards the consumer are as follows. First one, to ensure regular supply of goods and services. അതായത് കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള പ്രൊഡക്ട്സും സർവീസസും എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് ടു പ്രൊവൈഡ് ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസസ്. അതായത് ന്യായമായ വിലയിൽ സാധനങ്ങളോ സേവനങ്ങളോ കൺസ്യൂമേഴ്സിന് നൽകുക. അതായത് തേർഡ് വൺ ഇസ് ടു പ്രൊവൈഡ് ഗുഡ്സ് വിച്ച് വിൽ ഹെൽപ്പ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ്സസ്. നമ്മുടെ സൊസൈറ്റിയിൽ ഹൈ ഇൻകം ഫാമിലി ഗ്രൂപ്പ്സ് ഉണ്ട്, അതേപോലെ തന്നെ ലോവർ ഇൻകം ഫാമിലി ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിന് രണ്ടിലും മിഡിൽ ഇൻകം ഫാമിലി ഗ്രൂപ്പ്സും ഉണ്ട്. ഹൈ ഇൻകം ഫാമിലി ഗ്രൂപ്പ്സ് അഫോർഡ് ചെയ്യുന്ന പോലെ ലക്ഷൂറിയസ് പ്രൊഡക്ട്സ് അഫോർഡ് ചെയ്യാൻ ഒരിക്കലും ലോ ഇൻകത്തിനോ മീഡിയം ഇൻകം ഫാമിലി ഗ്രൂപ്പ്സിനോ സാധിക്കില്ല. അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രൊഡക്ട്സ് ബൈ ചെയ്യാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. സോ ഡിഫറെൻറ്റ് ക്ലാസ്സസിന് അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് മറ്റൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഫോർത്ത് വൺ ഇസ് ടു പ്രൊവൈഡ് ഗുഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. കൺസ്യൂമേഴ്സിന് വേണ്ടി മാർക്കറ്റിൽ ഇറക്കുന്ന പ്രൊഡക്ട്സ് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസ് നിശ്ചയിച്ച പ്രകാരം സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. ടു എൻഷുർ ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ് മീറ്റ്സ് ആർ ട്രൂ. അതായത് പരസ്യങ്ങളിലൂടെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിരിക്കണം. കൺസ്യൂമേഴ്സിനെ വഞ്ചിക്കാനോ അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷനോ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് പരസ്യങ്ങൾ. ലാസ്റ്റ് പോയിന്റ് ഇസ് ടു പ്രൊവൈഡ് പ്രോംപ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് സർവീസസ്. അതായത് കൺസ്യൂമേഴ്സിന് അവർ ആവശ്യപ്പെടുമ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുമുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. മൂവിങ് ഓൺ, ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഇസ് ഗവൺമെൻറ്. The responsibilities a business has towards its government are: first one, to abide by the laws of nation. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിക്കുക. അതിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലോസ് പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. സെക്കൻഡ് വൺ, ടു പേ ടാക്സസ് ഹോണസ്റ്റ്ലി ആൻഡ് ഇൻ ടൈം. ബിസിനസ്സിൻ്റെ വരുമാനത്തിൽ നിന്ന് സർക്കാരിന് നൽകേണ്ട ടാക്സ് കൃത്യസമയത്ത് തന്നെ നൽകുക. വരുമാനം പൂർണ്ണമായും വെളിപ്പെടുത്തുകയും അതിനനുസരിച്ചിട്ടുള്ള ടാക്സ് അടയ്ക്കുകയും ചെയ്യണം. തേർഡ് വൺ, ടു റിഫ്രെയിൻ ഫ്രം കറപ്റ്റിംഗ് ഗവൺമെൻറ് എംപ്ലോയീസ്. അഴിമതി, കൈക്കൂലി എന്നുപോലുള്ള പ്രവർത്തികളിൽ നിന്ന് ഏർപ്പെടാതിരിക്കുക, അതിന് ഗവൺമെൻറ് എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഫോർത്ത് വൺ, ടു ഡിസ്കറേജ് ദ ടെൻഡൻസീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ ആൻഡ് മോണോപോളി. എക്കണോമിക് പവർ അല്ലെങ്കിൽ വെൽത്ത്, ഇതൊക്കെ ഒരാളുടെ കയ്യിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കീഴിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ടെൻഡൻസീസ് ഒഴിവാക്കുക. എക്കണോമിയിൽ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന മെഷേഴ്സ് സ്വീകരിക്കുക. ഫിഫ്ത്ത് വൺ, ടു അഡാപ്റ്റ് ഫെയർ ഡീലിങ്സ് ഇൻ ഫോറിൻ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ ഡീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ, വ്യാപാരം നടത്തുമ്പോൾ ഫെയർ ഡീലിങ്സിൽ മാത്രം അഡോപ്റ്റ് ചെയ്യുക, ഫെയർ ആയിട്ടുള്ള ഡീലിങ്സിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വ്യാപാരം നടത്തുക. ദ ലാസ്റ്റ് വൺ ഇസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീനോട് ബിസിനസ്സിന് എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത് എന്ന്. ഫസ്റ്റ് വൺ ഇസ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് ഫ്രം പൊല്യൂഷൻ. അതായത് എയർ, വാട്ടർ, ലാൻഡ് എന്നുപോലുള്ള പൊല്യൂഷനിൽ നിന്ന് നമ്മുടെ
ചുറ്റുപാടിനെ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തിനെ രക്ഷിക്കുക, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സമൂഹത്തിലെ തൊഴിൽ രഹിതർക്ക് അല്ലെങ്കിൽ പുതുതലമുറക്ക് ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക അവർക്ക്. തേർഡ് വൺ, ടു പ്രിസർവ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. സമൂഹത്തിലെ സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂസിന് ചേരുന്ന രീതിയിൽ പ്രവർത്തിക്കുക, ആ വാല്യൂസിനെ എന്നും പ്രിസർവ് ചെയ്യുക. ഹെൽപ്പ് ദ വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ലൈക്ക് ഡിസേബിൾഡ് പേഴ്സൺസ്, വിഡോസ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എക്സെട്ര. സമൂഹത്തിൻ്റെ താഴെക്കിടയിൽ അല്ലെങ്കിൽ ബാക്കർ സെക്ഷൻസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത്രയുമാണ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളോടുള്ള സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ.